ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ. ഈ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് എന്നോട്, അതായത് ഡിപ്രഷൻ അഥവാ വിഷാദരോഗം. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും എൻ്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ പരിചയക്കാരുടെ, എനിക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പറഞ്ഞ ടോപ്പിക്ക് ഡിപ്രഷൻ അഥവാ വിഷാദരോഗം എന്ന് പറയുന്നത് ഇപ്പോൾ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മാരകമായ ഒരു അവസ്ഥയാണ് സത്യത്തിൽ. ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ കറൻറ്റായിട്ട് തന്നെ ഒരു സിനിമാ മേഖലയിൽ നിന്നുള്ളൊരു പ്രശസ്തനായ വ്യക്തി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഹാഷ്ടാഗ്സും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച തന്നെയാണ്. അപ്പോൾ ഇത് ആദ്യത്തെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുന്നേയും സിനിമാ മേഖലയെന്ന് മാത്രമല്ല പല മേഖലകളിലും ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന, സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന, എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് പോലും ആത്മഹത്യ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും കേസുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ ആലോചിക്കില്ലേ, എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ മരിക്കാനുണ്ടായ കാരണം? പലപ്പോഴും അതിൻ്റെ ട്രൂത്ത് എന്താണ്, എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കണം, മനസ്സിലാക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അത് ആ ആളിൻ്റെ മാനസികാവസ്ഥയിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയും സന്തോഷവും സൗഭാഗ്യവും വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ എല്ലാം പിടിച്ചടക്കിയ മനുഷ്യരുടെ ഇടയിൽ പോലും അത്രയും മെൻ്റലായിട്ടുള്ളൊരു അവസ്ഥ, മാനസികമായൊരു ഡിപ്രഷൻ ഉണ്ടായിട്ട് ജീവിതം തന്നെ വേണ്ടാന്ന് വയ്ക്കാനായിട്ട് തോന്നുന്നൊരവസ്ഥ, അതെന്താണത്? അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? അപ്പോൾ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊരു മെൻ്റൽ സ്റ്റേറ്റാണ്. ഇപ്പോൾ ശരീരത്തിന് അസുഖം ഉണ്ടാകാം, അതിനെ നമുക്ക് ചികിത്സിക്കാം, ഡോക്ടറെ പോയി കാണാം. അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ. പക്ഷേ ഇതിനെ മാനസിക രോഗമാണെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു മെൻ്റൽ ഇൻസാനിറ്റിയിലേക്കൊന്നും അല്ല നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ, അംഗീകരിച്ചാൽ, അല്ലെങ്കിൽ അത്തരം ഒരു ഡോക്ടറെ കാണാൻ പോയാൽ ഉടനെ തന്നെ അതൊരു മാനസിക രോഗിയാണ്, അതുകൊണ്ട് ഒരു സ്റ്റിഗ്മയാണ്, അത് സൊസൈറ്റിയിൽ അയാൾ ജീവിതകാലം മുഴുവൻ ഒരു മാനസിക രോഗിയായി അറിയപ്പെടും എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അപ്പോൾ ഇത് ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു അവസ്ഥയുടെ ഏറ്റക്കുറച്ചിലുകൾ. അപ്പോൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതിൻ്റെ ശക്തിയാണ് വൺ ബൈ വൺ ആയിട്ട് നമ്മളത് അനലൈസ് ചെയ്യേണ്ട കാര്യം. അതായത് ചില ആൾക്കാർ പൊതുവേ വളരെ വീക്കായിരിക്കും, മാനസികമായിട്ട് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ആഘാതങ്ങളൊന്നും താങ്ങാൻ പറ്റുന്ന ആൾക്കാരായിരിക്കില്ല. ചിലർക്കാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ടാവും, എന്ത് വന്നാലും നേരിടാനുള്ള ഒരു തൻ്റെയിടവും മാനസികമായ പക്വതയും ശക്തിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാ ടൈപ്പ് ആൾക്കാരെയും നമ്മൾ മനസ്സിൽ കാണണം, എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിനെ ഒരു ചെറിയ കാര്യമായിട്ട്, അത് വളരെ നിസ്സാരമായ കാര്യമായിട്ടൊന്നും എഴുതി തള്ളുകയോ ശ്രദ്ധിക്കാതെ പോവുകയോ ചെയ്യേണ്ട കാര്യമില്ല. ചില ഫ്രണ്ട്സൊക്കെ പറയും, ഇങ്ങനെ കുറച്ചൊരു ഗ്രൂപ്പായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരാൾക്ക് ഡിപ്രഷൻ പോലെ ചില സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവനെ കണ്ടിട്ട് മറ്റുള്ള ഫ്രണ്ട്സ് കളിയാക്കുമായിരിക്കും. ഇവൻ എന്താ, യു പ്ലീസ് ചിയർ അപ്പ് എന്ന് പറയും. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഒന്ന് ഉഷാറാകുമെന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്ന് സ്മാർട്ട് ആയിക്കോളൂ, എന്തിനാ ഡിപ്രഷൻ, അതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു, നീ ഒന്ന് ചാടി നിൽക്കുക എന്നൊക്കെ പറയും. പക്ഷേ ഈ പറയുന്ന പോലെ അത്ര സിമ്പിളല്ല. പറയുന്നവർക്ക്, ഉപദേശിക്കുന്നവർക്കും പറയാം, പക്ഷെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു വിഷാദ രോഗി അല്ലെങ്കിൽ ഒരു ഡിപ്രഷനുള്ള ആളെന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളിലാണ്. അതായത് ഇതുണ്ടാകുന്ന ഒരു സമയം, ഉണ്ടാകുന്ന കാരണങ്ങൾ പലതാണ്. ഇപ്പോൾ നമുക്ക് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം ജീവിതത്തിൽ. നമ്മൾ അതുവരെയും ഉണ്ടാക്കിക്കൊണ്ടുവന്ന കുറേ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള നമ്മുടെ നേട്ടങ്ങൾക്ക് പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതൊരു വല്ലാത്തൊരു ആഘാതമാണ്. അത് ചിലപ്പോൾ ആ ആളിനെ ഡിപ്രഷനിലേക്ക് തള്ളിവിടും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആളിനെ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റാണ്ട് വരും. പിന്നെ അതുപോലെ പഠന കാര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ചിലപ്പോൾ വിചാരിക്കുന്ന പോലെ മാർക്ക് കിട്ടില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ തോറ്റു പോകുന്നു, അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടൊരു കാര്യത്തിന് പോയിട്ട് അത് കിട്ടാതെ വരുന്നു, കുറേ കാലമായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതെ പോകുന്നു. അത്തരം കാര്യങ്ങൾ വീണ്ടും ഒരു വിഷാദത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ലവ് ഫെയിലിയേഴ്സ്. അപ്പോൾ പ്രണയബന്ധങ്ങളുടെ കാര്യം പറയുമ്പോൾ അത് ടീനേജേഴ്സിൻ്റെ കാര്യം മാത്രമല്ല, ഏത് സ്റ്റേജിലും, മനുഷ്യൻ്റെ ഏത് സ്റ്റേജിലും ഏത് പ്രായത്തിലും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നും, അതായത് 2 വ്യക്തികൾ അഗാധമായി സ്നേഹിച്ചു പോകുമ്പോൾ അത് തിരസ്കരിക്കപ്പെടുമ്പോൾ, ആ സ്നേഹം നിഷേധിക്കപ്പെടുമ്പോൾ, അങ്ങനെയൊക്കെ വരുന്നൊരു സമയം വരുമ്പോഴേക്കും ഭയങ്കരമായ ഡിപ്രഷൻ ചിലപ്പോൾ സംഭവിച്ചു എന്നിരിക്കാം. അപ്പോൾ അതൊരു മറ്റൊരു സ്റ്റേജാണ്. പിന്നെ അതുപോലെ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ, മരണത്തിലൂടെ നഷ്ടപ്പെടുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ വരുമ്പോഴും ഒരു ഡിപ്രഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ സാമ്പത്തികമായ ബാധ്യതകളും ബുദ്ധിമുട്ടുകളും വന്നിട്ട് പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു സ്റ്റേജിൽ ഡിപ്രഷൻ ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര കാരണങ്ങളുണ്ട് ഡിപ്രഷൻ ഉണ്ടാകാൻ ആൾക്കാർക്ക്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, സഹിക്കാൻ വയ്യാത്ത വേദനയും ഡിപ്രഷനായിട്ട് തെറ്റിദ്ധരിക്കരുത്. വേദന എന്ന് പറയുമ്പോൾ
അത് ഒരു വല്ലാത്തൊരു സങ്കടത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് സങ്കടം വരാം, സഹിക്കാൻ വയ്യാത്ത സങ്കടം വരാം, അപ്പോൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും. പക്ഷേ ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഗെറ്റ് ഓവർ 1, 2, 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ ഗെറ്റ് ഓവർ ചെയ്യും. പക്ഷേ ഇത് ഗെറ്റ് ഓവർ ചെയ്യാതെ 3, 4 ആഴ്ചയായിട്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതൊരു ഡിപ്രഷൻ സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം. ഒരു പക്ഷേ ഇത് ചെറിയ രീതിയിലുള്ള ഡിപ്രഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സ്വയം വരുത്തിയെടുക്കാൻ സാധിക്കും. അതല്ലാതെ വരുന്നൊരു സ്റ്റേജ് ആകുമ്പോഴാണ് നമുക്കൊരു മെഡിക്കൽ ഹെൽപ്പ് വേണ്ടി വരിക, ഔട്ട്സൈഡ് ഹെൽപ്പ് വേണ്ടി വരിക. അതിനും ഒട്ടും തന്നെ അമാന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഗാധമായൊരു ഗർത്തത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. അതായത് ആരുമില്ല, ചുറ്റും അന്ധകാരം പോലെയൊക്കെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അതായിരിക്കാം ആ ഒരു അവസ്ഥ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ഇങ്ങനെ ഡിപ്രഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കറക്റ്റായിട്ട് പോയിട്ടുള്ള 1-2 പേരായിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷമാണിത് പറയുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. അതായത് ഉറക്കം നഷ്ടപ്പെടും, ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാൻ കിടന്നാലും ഉറങ്ങില്ല. പിന്നെന്താ പറയുക, ഭക്ഷണ കാര്യത്തിലെല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ കഴിച്ചില്ല എന്നിരിക്കും, കഴിക്കാനുള്ള വിശപ്പുണ്ടാകില്ല, ചിലപ്പോൾ ഓവറായിട്ട് കഴിച്ചു എന്നിരിക്കും. പിന്നെ ശരീരത്തിൻ്റെ വെയിറ്റിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാകാം, കൂടാനും കുറയാനും സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും ചിന്തിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഓവർ തിങ്കിങ് ആണ്. അതായത് കൂടുതൽ ഒരു വിഷയത്തിനെക്കുറിച്ച്, ആ വിഷയം എന്താണോ നിങ്ങളെ അലട്ടുന്നത്, ആ വിഷയത്തിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും. ആ ചിന്തിച്ച് കൂട്ടുന്നത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നില്ല, അത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നാളെ അത് അങ്ങനെ ആകില്ലേ, ഇങ്ങനെ ആകില്ലേ, അത് അങ്ങനെ വന്നില്ലേ, ഇങ്ങനെ വന്നില്ലേ. പക്ഷേ അത് അങ്ങനെ ഒന്നും സംഭവിക്കണമെന്നില്ല. പക്ഷേ ചിന്തകൾ കാട് കയറുന്നൊരവസ്ഥയാണ്. ഏതറ്റം വരെ വേണമെങ്കിലും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിന്തകൾ കാട് കയറുന്നു. പിന്നെ എല്ലാ രീതിയിലും, അതായത് ഒരു മുറിക്കകത്ത് തന്നെ ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കും. ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ മടിയായിരിക്കും. ഒരു കൂട്ടത്തിലിരുന്നാൽ പോലും ലോസ്റ്റ് ആയി പോകുന്നു. അതായത് ആ കൂട്ടത്തിലിരിക്കുന്നുണ്ടാവും, ചുറ്റുമുള്ളവരെല്ലാം സംസാരിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷേ ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി വളരെ സൈലൻ്റ് ആയിട്ടിരിക്കും, കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവില്ല. സംസാരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു, പറയുന്ന കാര്യങ്ങളായിരിക്കില്ല, വിട്ടുപോകും ചില കാര്യങ്ങൾ. അങ്ങനെ ഒരു ടോട്ടലായിട്ട് ആളിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പോകും. അതേസമയം ചിലപ്പോൾ തിരിച്ചറിയാതെയും പോകും. ആ ആൾ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ വളരെ അടുത്ത് നിൽക്കുന്ന ഫ്രണ്ടായിരിക്കും, എന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയില്ല. പലപ്പോഴും ഒരു അത്യാഹിതം സംഭവിച്ച ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അയ്യോ അവൻ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നോ, അവനിങ്ങനെ അത്രയും ഡിപ്രസ്ഡ് ആയിരുന്നു, എന്തുകൊണ്ട് നമ്മളിത് അറിയാതെ പോയി, ഇന്നലെ നമ്മൾ അവനെ കണ്ടതല്ലേ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് പുനർചിന്തനം ഉണ്ടാകാം. നമ്മളിങ്ങനെ ചിന്തിക്കും, അയ്യോ ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നെങ്കിൽ അവൻ എന്താ പറയാനുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കും. ഒരു പക്ഷേ അത് സാധ്യത ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ചില വിഷാദ രോഗികൾ അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയ ആൾക്കാർ തുറന്ന് പറയാൻ പോലും മടിക്കും, ഒന്നും സംസാരിക്കില്ല. നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ സംസാരിക്കണം എന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഡിപ്രഷൻ പല കാര്യമാണ്. ചിലർക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച്, മനസ്സ് തുറന്ന് സംസാരിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ, ആ ആളിനെ ക്രിട്ടിസൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാത്ത ഒരാളിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മനസ്സിൻ്റെ പകുതി പ്രശ്നങ്ങൾ തീരും. പക്ഷെ പറയാൻ പറ്റാതിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് വളരെ ഉള്ളിലേക്ക് ഇങ്ങനെ എല്ലാം സ്വയം മനസ്സിൽ ഒതുക്കി ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. പിന്നെ അവർ ചിന്തിക്കുന്നത് എന്തിനാണ് ഞാൻ ഇത്രയും സങ്കടപ്പെടുന്നത്, ഞാൻ എന്തിനാണ് ഇത്രയും സഹിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല, ഞാൻ ഈ ലോകത്തിന് തന്നെ ഒരു വലിയ ഭാരമാണ്, ഞാനൊരു ടോട്ടൽ ഫെയിലിയറാണ്, ഞാൻ എന്തിന് ഇത്രയും കഷ്ടപ്പെടണം, ഞാൻ എന്തിനാ ഈ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ അമർത്തി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത്, എന്തിനാ, ഈ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്, അപ്പോൾ പിന്നെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കുക, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ, ഈ സങ്കടം അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്ത സങ്കടമാണ്, എനിക്കിനി മുന്നോട്ട് നോക്കാൻ ഒന്നുമില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ടും അങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണ് എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാമല്ലേ. പക്ഷേ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കണ്ണിലൂടെ ആയിരിക്കില്ല അവർ കാണുന്നത്. അവരുടെ സക്സസ് അതല്ല, ആ സക്സസ് പുറമേ നിന്നുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന കാഴ്ചകൾ, ഇങ്ങനെ ഗ്ലോറിഫൈഡ് ആയിട്ട് പലരെക്കുറിച്ചും പറയുന്ന കാഴ്ചകൾ, ഇടുന്ന ചിത്രങ്ങളാണെങ്കിലും പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്നും സത്യമാവണമെന്നില്ല, അതൊന്നും ആയിരിക്കില്ല സത്യം. അവരുടെ ഉള്ളിലുണ്ടാകുന്ന സങ്കടങ്ങൾ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് കേസുകൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലും പല രീതിയിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന. പിന്നെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ ഭാഗമായിട്ട് എനിക്കൊരു പക്ഷേ ഡിപ്രഷൻ്റെ അങ്ങേ അറ്റത്തെത്തേണ്ട ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞില്ലെങ്കിലും കുറേ ആൾക്കാർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തൊരു മാനസികാവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ എങ്ങനെയാണ് ഞാൻ ഡിപ്രഷനിലേക്ക് പോകാതെ എൻ്റെ ഒരു നോർമൽസിയിൽ തന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ആ മനസ്സിന് അത്രയും ശക്തി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ
യുക്തിപൂർവ്വം നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയുമല്ല. എങ്കിലും അത് പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാനൊരു വലിയ ഒരു അച്ചീവ്മെൻ്റായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ പറ്റുന്ന അവസരങ്ങൾക്ക് ആൾക്കാർക്കുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകളുമുണ്ട്. പക്ഷെ പറ്റാത്തവരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഏതൊരു അവസ്ഥയിൽ നിന്നും നമുക്ക് കരകയറാൻ പറ്റും. നമ്മളത് എൻഡ് ഓഫ് ദ റോഡാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ ഒരു അവസ്ഥ നമുക്ക് കടന്നു പോകും, തീർച്ചയായിട്ടും കടന്നു പോകും. അപ്പം നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്തേക്കാണ് വരേണ്ടത്. അതാണ് ആദ്യം ചിന്തിക്കേണ്ട കാര്യം. ഈ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ചിന്തകൾ, അത്തരം ആൾക്കാർ, അവരിൽ നിന്നെല്ലാം നമ്മൾ അകന്നു മാറണം. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും അതിൽ നിന്ന് മാറി ചിന്തിക്കാനുമാണ് ശ്രമിക്കേണ്ടത്. നമ്മളുടെ കയ്യിലുള്ള അസറ്റ്സ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ എന്തൊക്കെയാണ്, അതിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അവസാനം ഫൈനലി എന്താണ്, എത്ര ആൾക്കാർ വന്നാലും പോയാലും സഹായിച്ചാലും അൾട്ടിമേറ്റ്ലി സംഗതികളുടെ കടിഞ്ഞാൺ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ആ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ തന്നെയാണ്. ആ ഡിപ്രഷനെ കൺട്രോൾ ചെയ്യണമെന്ന് ആ ആൾ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. ഇങ്ങനെ പോയാൽ പറ്റില്ല. ജീവിതം ഇങ്ങനെ കൈവിട്ട് പോയാൽ മതിയോ? ഇതാണോ ജീവിതത്തിൻ്റെ അവസാനം? ഒരു പിടുത്തം വേണ്ടേ? ഇത് ഇങ്ങനെ അവസാനിക്കേണ്ടതാണോ എൻ്റെ ജീവിതം എന്ന് വിചാരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിരാശാബോധത്തിന് അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളെക്കുറിച്ച് വിചാരിക്കുമ്പോൾ ആൾ ചിന്തിക്കുന്നത്, ഞാൻ എന്തിനാണ് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്, ഞാൻ എന്തിനാണ് ഇത്രയും സങ്കടപ്പെടുന്നത്, ഞാൻ എന്തിനിതൊക്കെ സഹിക്കണം, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയി കഴിഞ്ഞാൽ ഇതോടെ തീർന്നില്ലേ, എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും തീർന്നില്ലേ എന്നായിരിക്കും അപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷെ അതല്ല. അതുകൊണ്ട് എന്താ അവസാനം? അതുകൊണ്ട് അവസാനിക്കും. നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ അവസാനിക്കുമായിരിക്കാം. പക്ഷേ ഒരു തരം ഒളിച്ചോട്ടമല്ലേ, അതൊരു തരം പരാജയപ്പെടലല്ലേ, അല്ലെങ്കിൽ തോറ്റുകൊടുക്കലല്ലേ, പിന്നെ ജീവിച്ചിരിക്കുന്ന മറ്റു വ്യക്തികളോട് ചെയ്യുന്ന തെറ്റല്ലേ? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും ഇനിയും ഉണ്ട്. നിങ്ങളുടെ ഒരു തോന്നലാണ്. എനിക്കിനി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഡിപ്രഷൻ്റെ ഏതൊരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾ, അതായത് എക്സ്ട്രീം സ്റ്റേജിൽ നിൽക്കുന്ന ആളെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ തന്നെ കാണണം. അല്ലാതെ നമ്മൾ ഒരു അമച്വറായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. നല്ല ഒരു മെഡിക്കൽ ഹെൽപ്പ് തന്നെ വേണം. ചിലപ്പോൾ ചില മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടി വരും. പക്ഷേ ഇതൊന്നും മെഡിസിൻ കഴിച്ചു എന്ന് പറഞ്ഞൊരു മാനസിക രോഗിയായി എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ചെറിയ ചെറിയ മരുന്നുകളായിരിക്കും, ഡിപ്രഷൻ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ഉറക്കം കിട്ടാനും ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റാനും ഒക്കെ ഉള്ള ചെറിയ ചെറിയ മെഡിസിൻസ് ആയിരിക്കും ആവശ്യം. അത് കഴിക്കേണ്ട സ്റ്റേജ് ആണെങ്കിൽ കഴിക്കണം. അല്ലാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ 1-2 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളാൽ തന്നെ നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കുറച്ച് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ, യോഗ പോലെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പാട്ട് കേൾക്കുക, സൂത്തിങ് ആയിട്ടുള്ള പാട്ട് കേൾക്കുക. മ്യൂസിക് ആകാം, പാട്ടുകളാകും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഓർമ്മകൾ, ചിലപ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന മ്യൂസിക് ഉണ്ടാകും. നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ചില മ്യൂസിക് ഉണ്ട്. അതൊന്നും അല്ല കേൾക്കുന്നത്. ആ സമയത്ത് അല്ലാത്ത രീതിയിലുള്ള മ്യൂസിക് കേൾക്കുക. നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് തരുന്ന മ്യൂസിക്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങൾ, അതൊരു പള്ളിയാകാം അല്ലെങ്കിൽ ഒരു ക്ഷേത്രമാകാം, എന്തായാലും അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുക, കുറേ സമയം അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജി മാത്രമേ നമുക്ക് കൂടുതലായിട്ട് തരുള്ളൂ. അപ്പോൾ നമ്മളെ എന്താണോ നമ്മുടെ ചിന്തകളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നത്, ആ നെഗറ്റീവ് തോട്ട്സിൽ നിന്നെല്ലാം പുറത്തു വരാനായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. അപ്പോൾ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തേക്കാണ് പോകുന്നത്. ആ ലോകത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കാം. നല്ല നല്ല പുസ്തകങ്ങളുണ്ട്, നല്ല നല്ല പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് ഇപ്പോൾ ഒരു പീരിയഡ് ബുക്കാകാം, ചിലപ്പോൾ പഴയ ഹിസ്റ്ററി ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആകാം. അപ്പോൾ നമ്മൾ ആ സമയത്താണെങ്കിൽ നമ്മൾ ആ ഒരു പീരിയഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടു. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ നിന്നെല്ലാം വെളിയിൽ പോകാം. പിന്നെ ഒരു പ്രധാനമായിട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് മുറ്റമൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ ചെറിയ ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെറിയ ചെടികൾ നട്ട് അത് പൂക്കുന്ന ആ കാഴ്ചകളും അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കും. ഒത്തിരി പറമ്പൊക്കെ ഉണ്ടെങ്കിൽ കൃഷി കാര്യങ്ങളും ആ നേച്ചർ വാക്ക് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയാസിലേക്കൊക്കെ യാത്ര ചെയ്യാം, അങ്ങനത്തെ യാത്രകൾ ഉണ്ടാക്കുക. പിന്നെ എന്താ പറയുക, ഉദ്യാനങ്ങൾ തേടി പോകാം. അതുകൂടാണ്ട് വെറുതെ നടക്കാൻ പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീച്ച് സൈഡിലേക്കൊക്കെ പോവുക. കടലൊരു നല്ലൊരു കാഴ്ചയാണ്, നമ്മുടെ മനസ്സിനെ സൂത്ത് ചെയ്യുന്ന കാര്യമാണ് കടൽ. അപ്പം നമ്മൾ എന്താ പറയുക, പ്രകൃതിയിലേക്ക് തന്നെ നമ്മൾ മടങ്ങുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നും, കിളികളും പക്ഷികളും പൂക്കളും ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നും ലോകം എത്ര സുന്ദരമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് മാത്രമല്ല, അപ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് ജീവജാലങ്ങൾ ചുറ്റുമുണ്ട്. മനുഷ്യരുടെ ഇടയിൽ ഒരുപാട് നെഗറ്റീവുള്ള ആൾക്കാരുണ്ട്, പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് എനർജി തരുന്ന പ്രകൃതിയുടെ
ദൃശ്യങ്ങൾ, നമുക്ക് നല്ല കാഴ്ചകൾ തന്നെയായിരിക്കും. അപ്പോൾ അത്തരം കാഴ്ചകൾ നമ്മളെ മനസ്സ് കൊണ്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ജീവിതചര്യ, അതൊക്കെ ഒന്നുകൂടി അടുക്കും ചിട്ടയുമാക്കുക. എനിക്കറിയാം ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കട്ടിലിൽ നിന്നും എഴുന്നേക്കാൻ തന്നെ മടിയായിരിക്കും. രാവിലെ തന്നെ കിടന്ന് ചുമ്മാ കിടക്കാനായിരിക്കും ഇഷ്ടം. ഈ കിടക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങാനായിരിക്കില്ല, ചുമ്മാ ചിന്തിച്ച് ഇങ്ങനെ കിടക്കും, ആരെയും ഫേസ് ചെയ്യാതെ കിടക്കും. അതിന് പകരം സടകുടഞ്ഞ് എഴുന്നേക്കാനായിട്ട് മനഃപൂർവ്വമായിട്ട് ശ്രമിക്കണം. രാവിലെ എഴുന്നേക്കുക, കുറച്ച് ഏർലി ആയിട്ട് എഴുന്നേക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി കഴിയുമ്പോൾ തന്നെ ശരീരത്തിന് കുറച്ചുകൂടി എനർജി കിട്ടും. എന്നിട്ടൊരു നടക്കാൻ പോക്കുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. പിന്നെ എന്താ പറയേണ്ട, ഒരു എനർജി ലെവൽ നമ്മളെപ്പോഴും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നോക്കണം. ധാരാളം ധാന്യങ്ങളുള്ള ഭക്ഷണം കഴിക്കുക. ധാന്യം അതായത് പയറുവർഗ്ഗങ്ങളും അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. അത് കുറച്ചൊരു ഹെൽത്തി ഈറ്റിങ്ങിലേക്ക് പോവുക. അപ്പോൾ കുറച്ചുകൂടി എനർജി കിട്ടും. അപ്പോൾ ശരീരത്തിന് എനർജി കിട്ടിയാലേ മനസ്സിനും ശക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കാം, അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ പോലും നമ്മൾ നിർബന്ധപൂർവ്വം നമുക്ക് നമ്മുടെ ശരീരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം. മനസ്സ് കുറച്ച് കഴിയുമ്പോൾ ശരിയായി വരും. പക്ഷേ ശരീരം അപ്പോഴേക്കും തളർന്നു പോയാലോ? അപ്പോൾ ശരീരത്തിനെ അതുവരെ നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ? അതുകൊണ്ട് ശരീരത്തിനെ കാത്തു സൂക്ഷിക്കുക. മനസ്സിൻ്റെ ശക്തി വളരെ സാവധാനമാണെങ്കിലും വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് പീപ്പിൾ ഒക്കെ കളയുക. നമുക്ക് എന്താണോ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കുന്ന ഈ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നമ്മൾ എന്താഗ്രഹിച്ചിട്ട് നടക്കാത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഈ നിരാശാബോധം വന്ന് നമ്മളെ ഈ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് തള്ളിവിട്ട കാരണം എന്താണ്? ആ കാരണം കണ്ടെത്തി അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്യുക. അതാണല്ലോ വേണ്ടത്. അപ്പോൾ ആ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് മനസ്സിനെ സജ്ജമാക്കുക. അപ്പോൾ സാവധാനം മതി, വളരെ സാവധാനം മതി. പക്ഷേ ഇതെല്ലാം നടക്കും. നമ്മൾ ഒരിക്കലും മരണമാണ് ഇതിൻ്റെ അവസാനം, അതുകൊണ്ട് എസ്കേപ്പ് റൂട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് നമ്മൾക്ക് ശക്തരായി തിരിച്ച് വരാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമുക്കിങ്ങനെ മനസ്സിന് പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത് എന്താണോ ആ കാര്യം ചെയ്യുക. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയിൽ നിന്നെല്ലാം നമ്മൾ മാറിയിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ടിലേക്ക് പോവുക. അപ്പോൾ ഡിപ്രഷൻ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് മാറും. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുമായി സംസാരിക്കുക. ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, അവരോട് സംസാരിക്കുക. അവരോട് കൂടെ ചേർന്ന് ആ കമ്പനിയിൽ നമ്മളെ ഉപദ്രവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ആ ആൾക്കാരോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ഡിപ്രഷൻ ലെവൽ കുറച്ച് കൊണ്ടുവരാൻ നോക്കണം. അങ്ങനെ ഫൈനലി ഒരു ദിവസം നമ്മൾ ആ ഡിപ്രഷനിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും, എന്തായിരുന്നു വന്നല്ലേ, നമ്മൾ അതിൽ നിന്നെല്ലാം ഗെറ്റ് ഓവർ ചെയ്തല്ലോ, രക്ഷപ്പെട്ടു. ചിലപ്പോൾ ഒരു പക്ഷേ തമാശയോട് കൂടിയായിരിക്കും നമ്മൾ ആ ദിവസങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നണം. നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ, നമ്മൾ അത്രയും ശക്തരായി തിരിച്ചു വന്നില്ലേ. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് വിചാരിക്കുക. നമ്മുടെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മൾക്കിനി ഒരിക്കലും അങ്ങനെ ഒരു നിരാശാബോധം നമുക്ക് ഉണ്ടാകരുത്. എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിന്നെല്ലാം തിരിച്ചു വന്നല്ലോ എന്നോർത്തിട്ട് സന്തോഷിക്കണം. അതായിരിക്കണം നമ്മൾ അവസാനം എത്തേണ്ട ഒരു സ്റ്റേജ്. അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചതെങ്കിലും സീരിയസ് ഡിപ്രഷൻ ഉള്ള ആൾക്കാർ, ആങ്സൈറ്റീസ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും മെഡിസിൻസ് ഒക്കെ കഴിച്ച് വേണ്ട തെറാപ്പീസ് എല്ലാം എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ അവർക്കതിൽ നിന്നൊരു മോചനം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെല്ലാം തന്നെ ട്രീറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു രോഗമല്ല, ഇതൊരു രോഗാവസ്ഥ പോലെ തോന്നുന്നതാണ്. പക്ഷേ ഇതൊരു 100% ഒരു രോഗമൊന്നുമല്ല. ശരീരത്തിലെ രോഗങ്ങൾ ചികിത്സിക്കുന്ന പോലെ തന്നെ ഈ മെൻ്റലായിട്ടുള്ള ഈ ഒരു അവസ്ഥയും നമ്മൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. മരണമല്ല അതിൻ്റെ അവസാനം. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ജീവിതത്തിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വരണം. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഐ വിൽ ബി വെരി ഹാപ്പി. Thank you so much. Thank you for watching and keep on watching Lekshmi Nair vlogs.